വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് 2025 വിഷൻ ബോർഡ് ഉണ്ടാക്കുകയാണ്. ബിക്കോസ് ഇറ്റ്സ് 31st ഓഫ് ഡിസംബർ. അപ്പോൾ ഞാൻ 2024 വിഷൻ ബോർഡ് ഉണ്ടാക്കിയ സമയത്ത് ഐ ഹാഡ് സീൻ എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ മൈ ലൈഫ്. സോ ഐ തോട്ട് ടു ഡു വൺ ഫോർ 2025 ടു. ആൻഡ് ആ സമയത്താണ് എനിക്ക് ടിമോ എന്നൊരു കോൾ വന്നിട്ട് പാർസൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റോട് കൊണ്ടു തരലുണ്ട്, ബട്ട് ഇപ്രാവശ്യം ഓഫീസിൽ പോയിട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ക്യൂട്ട് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. എലാസ്റ്റിക് ഉള്ളത് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം അല്ലാത്തത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ 2 തിരിയിൽ തിരുമ്പോൾ ബെഡ്ഷീറ്റ് ഒരു വൈക്കും ഞാനൊരു വൈക്കും പോകും. അപ്പോൾ എനിക്ക് എലാസ്റ്റിക് ഉള്ള ബെഡ്ഷീറ്റ് കണ്ടപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. അത് 85,000 സോമുള്ളൂ. അപ്പോൾ സാധാരണ ആ വിലക്ക് ഇവിടെ കിട്ടാറില്ല. അപ്പം ഞാനത് കണ്ടപ്പോൾ വേഗം എടുത്ത്. ആൻഡ് ഇറ്റ്സ് ഗുഡ്, നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനും ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു ഇത്ര എമൗണ്ട് ഓഫ് ലൈക്ക് 4 lakhs അങ്ങനെയൊക്കെ സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കുറേ ജീൻസൊക്കെ ഫ്രീ കിട്ടും. നമുക്ക് കുറേ ജീൻസൊക്കെ ഫ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാം. ഇത് മറ്റേ വലിയ പാൻ്റാണ്. ഇത് എനിക്ക് നിങ്ങൾ ഇട്ടിട്ട് ഷേപ്പാക്കാം. പക്ഷെ നല്ല രസമുണ്ട്, വൃത്തി ഉണ്ടാകും. അപ്പോൾ അതിന് ശേഷം എൻ്റെ ക്യാബ് വന്ന് ഞാൻ താഷ്കന്ദിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫെർഗാനിയിൽ നിന്ന് താഷ്കന്ദിലോട്ടേക്ക് പോകുമ്പോഴുള്ള വ്യൂ നല്ല രസമാണ്. അത് ഓരോ സീസണിലും ഓരോ രീതിയാണ്. ഇവിടെയൊക്കെ സമ്മറിൽ പോകുമ്പം കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. കാരണം ഈ മലകളൊക്കെ കുറച്ച് ഗ്രീനിഷ് ടച്ച് ഉണ്ടാവും. ആൻഡ് ഫെർഗാനിൽ നിന്ന് ഒരു 150 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ പെരുവാൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഇത് പെരുവാൾ എത്താനായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ സ്നോഫോളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. പെരുവാൾ കഴിഞ്ഞാൽ പിന്നെ സ്നോഫോൾ പോയി. ആ ഒരു ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇതേ ദിവസം ഇതേ സമയത്ത് ഞാൻ പെരുവാളിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് പെരുവാൾക്കായിട്ട് വന്നതാണ്. കാരണം നമുക്ക് ഫെർഗാനയിൽ അങ്ങനെ സ്നോഫോൾ ഉണ്ടായിട്ടില്ലേനു. ഫെബ്രുവരി കണക്കാണ് സ്നോഫോൾ വന്നത്. അപ്പം ഒരു ട്രിപ്പായിട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ താഷ്കന്ദിലോട്ടേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ്. ലൈക്ക് അന്ന് സ്നോഫോളൊന്നും ഇല്ല, ജസ്റ്റ് വീണ സ്നോ ഉണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് നമ്മളിങ്ങനെ കുറച്ച് കളിച്ച് പോയി. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പം നല്ല കോടമഞ്ഞിറങ്ങി. ലൈക്ക് ഡ്രൈവറിന് മുന്നിൽ കാണുന്നുണ്ടോ എന്തോ, എനിക്കൊന്നും കാണുന്നില്ല. ക്യാമറയിൽ പിന്നെയും കാണുന്നുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ തീരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം. ഇപ്പം എൻ്റെ ഒരു ഞാനൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മെഡ് സ്കൂൾ ലൈഫാണ് കുറച്ചുകൂടെ എല്ലാവർക്കും കാണാൻ താല്പര്യം എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഡിസംബറാണ്, ന്യൂ ഇയർ ആണ്, വെക്കേഷൻ സമയമാണ്. അപ്പോൾ എനിക്കങ്ങനെ കോളേജ് ലൈഫ് വീഡിയോസ് ഇടാൻ പറ്റില്ല. അതപ്പോൾ ഞാൻ വെക്കേഷനിൽ ചെയ്ത് കൂട്ടി കുറച്ച് കാര്യങ്ങളാണ് വീഡിയോസായിട്ട് ഇടുന്നത്. അപ്പോൾ താഷ്കന്ദിൽ എത്തിയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് ഇറക്കാം. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പെരുവാൾ കഴിഞ്ഞിട്ടൊരു ചുരമുണ്ട്. ഈ ചുരം കംപ്ലീറ്റ് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 1 hour കഴിഞ്ഞാൽ താഷ്കന്ത് എത്തി. ഇപ്പം നമ്മൾ വയനാട്ടിൽ 9ാമത്തെ ചുരത്തം വരെ നിൽക്കുന്ന ഒരു സെയിം ഫീലിങ്ങിനാണ്. പക്ഷേ വയനാട്ടിൽ മഞ്ഞില്ല, ഇവിടെ കുറച്ച് മഞ്ഞുണ്ട്. പക്ഷേ ഇവിടെ സമ്മറിൽ നിൽക്കുമ്പോൾ പക്ക വയനാട് ചുരത്തുമ്പോൾ നിൽക്കുന്ന ഫീൽ തന്നെ. അങ്ങനെ എൻ്റെ കയ്യിലായിട്ട് കുറച്ച് സ്നോഫ്ലേക്സ് ഒക്കെ വീഴാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഡിസൈൻ ശ്രദ്ധിച്ചത്. ലൈക്ക് എന്താ അല്ലേ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് ശരിക്കും ഇങ്ങനെ തന്നെയാണെന്ന്. ഞാൻ പണ്ട് വിചാരിച്ച് ഇതിങ്ങനെ വെറുതെ കാർട്ടൂണിലിങ്ങനെ ഇപ്പം നമ്മൾ സ്റ്റാറിനൊരു ഇമേജ് കൊടുത്ത് അതുപോലെ സ്നോഫ്ലേക്സിനും ഇങ്ങനെ വെറുതെ ആരോ ഡിസൈൻ ചെയ്ത് വിട്ടതെന്നാണ് ഞാൻ വിചാരിച്ചത്. ശരിക്കും അങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ താഷ്കന്ദിലെത്തി നേരെ ഫുഡ് കഴിക്കാൻ പോയത് കറി ഹൗസിലോട്ടാണ്. അവിടെ നല്ല ഇന്ത്യൻ ഫുഡ് കിട്ടും. അതിനുശേഷം നേരെ സിറ്റി മോളിൽ പോയി അവിടെ ഇങ്ങനെ സമയം കളയാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇന്ന് രാത്രി നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി സമയം കളയണമല്ലോ. അപ്പോൾ സിറ്റി മോളിലുള്ളിൽ ഇനി എന്താ കാണാനുള്ളത് നമുക്ക് നോക്കാം.
देखिए लीजिए അപ്പം നമുക്ക് വരുന്ന ഗസ്റ്റ് ആരാന്ന് അറിയണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാം. ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.